ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം ഒന്ന് പരിചയപ്പെടാം. ഇനി നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൈ വെച്ചിട്ട് കുഴക്കി, അതുപോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ഈസ്റ്റ് അതൊന്നും ആവശ്യമില്ല. എന്നാലും നല്ല പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു മുട്ട വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതിലിട്ടിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം. ജസ്റ്റ് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക. പഞ്ചസാര കറക്റ്റായിട്ട് മെല്ലക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് അലിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത പുളിയുള്ള തൈരാണ്. അപ്പോൾ പുളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചൊക്കെ പുളിയുള്ള തൈരായതുകൊണ്ട് 1/4 കപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു ക്രീം പരുവായിട്ട് വരും. അത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്ത ശേഷം അതും ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായ ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ ആദ്യം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെന്ന് ഇതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നോക്കുക. അപ്പോൾ എനിക്ക് 1 കപ്പ് എന്തായാലും വേണ്ടി വരും. 1 കപ്പും പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഞാൻ 1 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. കട്ടയില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതാ ഞാൻ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഞാനിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കും. അങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ വീതം അങ്ങനെ ചേർത്ത് കൊടുത്ത് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത്, അഥവാ ഒരു 1/4 കപ്പ്. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടലായിട്ട് 1/4 കപ്പ് മൈദ ഇതിലേക്ക് എനിക്ക് ആവശ്യമായിട്ട്. അപ്പോൾ ചിലപ്പോൾ ചില തൈര് നല്ല ലൂസായിട്ടായിരിക്കും, ചില തൈര് നല്ല തിക്കായിട്ടായിരിക്കും. അതിനനുസരിച്ചൊക്കെ മാറ്റം വരും. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 2 ഏലക്കായുടെ സീഡ്സും കൂടെ ഇതിലേക്ക് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് എല്ലാം നിങ്ങൾക്ക് വേണ്ട വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. കരിഞ്ജീരകമോ അല്ലെങ്കിൽ എള്ളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ തിക്നെസ്സും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. കുറച്ചധികം തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഒന്നുകൂടെ അടുത്തുനിന്ന് കാണിച്ചിട്ട് അതാ ഈ ഒരു തിക്നെസ്സിൽ. ഓക്കെ, തിക്നെസ് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓയിലൊക്കെ നന്നായിട്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വേറൊരു രീതിയിലാണ്. നമ്മൾ സ്പൂൺ വെച്ച് കോരിയെടുക്കുന്നതല്ല ചെയ്യുന്നത്. ഒരു സ്പൂണിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് അതിൽ നിന്നാണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടൊരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഓയിലിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ അടിക്ക് പോകും, പിന്നെ ഇങ്ങനെ പൊങ്ങി വരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് നല്ല പൊങ്ങി വന്നിട്ടുള്ളൊരു സ്നാക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡ അതൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല പൊങ്ങി വന്നിട്ടുള്ള അടിപൊളി സ്നാക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. 2 സൈഡും ഈ ഒരു കളറാകുന്ന സമയത്ത് ഓയിലിൽ നിന്ന് കോരിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഞാനിതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈസ്റ്റോ അതുപോലെ അതൊക്കെ ചേർത്തിട്ട് പൊങ്ങി വരുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. കാരണം നമ്മളിതിൽ ഒരു മുട്ട യൂസ് ചെയ്തിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് മുട്ടയുടെ ആ ടേസ്റ്റ് വരുന്നൊന്നുമില്ല കേട്ടോ ഈ സ്നാക്കിന്. അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്തൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്